എല്ലാവർക്കും നമസ്കാരം. പണ്ട് ഈ രാഷ്ട്രീയത്തിലുള്ള സമയത്ത് മിക്കവാറും ഈ പത്രസമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ ഇപ്പോൾ വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ പ്രസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ചാനൽ ഡിസ്കഷനിലൊക്കെ പോവെങ്കിലും പ്രസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്. ഇപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരുപാട് സിനിമകളിൽ ഇപ്പൊ എന്റെ 10ാമത്തെ സിനിമയാണ് അയ്യരിൻ അറേബ്യ. വെൽറ്റൈ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മിസ്റ്റർ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രം. ഈ ഇത്രയും സിനിമകൾ ഉണ്ടായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു പത്രസമ്മേളനത്തിൽ എന്റെ സിനിമയെ പറ്റി പറയാൻ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അയ്യരിൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു രാഷ്ട്രീയമല്ല, അതിനേക്കാളും ഉപരിയായിട്ട് ഇന്നിന്റെ അവസ്ഥയെ ശ്രീനിവാസ് അയ്യർ എന്നൊരു കഥാപാത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് ഇങ്ങനെ ആരെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതിങ്ങനെ വേണമെന്ന് ഒരു സർക്കാർ അറിയിച്ചൊരുക്കാൻ ഞാൻ ശ്രമിച്ചത്. ഈ സിനിമയ്ക്ക് സാധാരണ ജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരിൽ നിന്ന് ഒരു വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും തിയേറ്ററുകളിൽ ഈ സിനിമയെപ്പറ്റി അറിഞ്ഞു കേട്ട് വരുന്നവരാണ് കൂടുതലുള്ളതെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല സംഘടനകൾ തിയേറ്ററിൽ സിനിമ സ്പോൺസർ ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഒരു സിനിമ എന്ന ഒരു മാധ്യമത്തിലൂടെ, ഏറ്റവും വലിയ മാധ്യമം, മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും മാധ്യമമാണ് സിനിമ എന്നുള്ളത്. സിനിമയെ സിനിമയായിട്ട് കാണാനും അതോടൊപ്പം തന്നെ സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം, ആ വിഷയം ഏത് തരത്തിൽ ഉൾക്കൊള്ളണമെന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരുടെ മാത്രം അവകാശവും ഒക്കെയാണെങ്കിൽ കൂടിയും ഒരു വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് വരുന്ന ചില പ്രശ്നങ്ങൾ, അതിനെ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചിയോടൊപ്പം തന്നെ എൻ്റെ ഇടതും വലതുമൊക്കെ ഇരിക്കുന്ന സുധീറും കൈലാഷും ഒക്കെ എൻ്റെ എല്ലാ സിനിമകളിലും ഉള്ള അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, ദുർഗാകൃഷ്ണ, ജാഫർ ഇടുക്കി, അലൻസിയർ, അങ്ങനെ ഒരുപാട് താരനിര ഈ സിനിമയിലുണ്ട്. ഇവരെല്ലാം ഏകദേശം 44 താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചു. ദുബായിലും തിരുവനന്തപുരത്തും ചെന്നൈയിലുമൊക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ് തീർത്തത്, 4 പാട്ടുകൾ ഉൾപ്പെടെ. എല്ലായിടത്തും കുറച്ച് വൈതരണികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റ് അപ്രൂവലിന് തന്നെ ദുബായിൽ നിന്ന് കുറച്ച് വൈതരണികളൊക്കെ സംഭവിച്ചു. അതിലൊക്കെ കാരണങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. എങ്കിലും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെ, അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലെങ്കിൽ പോലും അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തെ കേരളത്തിലെ പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുന്നവർ കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രേക്ഷക സമൂഹം ഇത് നെഞ്ചിലേറ്റി എന്നറിയുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത്. കഥാപാത്രം അഡ്വക്കേറ്റ് ജഗൻരാജ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. അതൊരു കാരിക്കേച്ചറാണ്. പക്ഷേ അത് ജീവിച്ചിരിക്കുന്ന ആരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമൻസുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയായതുകൊണ്ട് ഒരു കാരിക്കേച്ചർ സ്വഭാവത്തോടു കൂടിയാണ് ആ ക്യാരക്ടറിനെ സുധീറിനെ ഏൽപ്പിച്ചത്. സുധീർ ഒരു അനുഗ്രഹീതനായ കലാകാരൻ, കരമന ജനാർദ്ദൻ നായർ സാറിൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹവും ഒരു മികച്ച നടനാണ്. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണം എന്നുള്ളതിനെ വളരെ മനോഹരമായി അദ്ദേഹം പരിപാടികൾ പകർത്തിയിട്ടുണ്ട്. കൈലാഷ് ഈ സിനിമയിൽ ആദ്യം ഇല്ലായിരുന്നു. കൈലാഷ് പലപ്പോഴും എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി വേഷം മേടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സിനിമയിലെ തുടക്ക സീനിൽ കൈലാഷ് ഡോക്ടർ അഭിലാഷായിട്ട് വരുന്നു. ആ സീനാണ് മുകേഷ് ഏട്ടൻ്റെ ഇൻട്രൊഡക്ഷനും. അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റ് തന്നെ ആ ഡോക്ടറെ ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് കൈലാഷ് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. കുറച്ചും കൂടിയൊക്കെ ഒരു മെച്ചുവേർഡായിട്ടുള്ള കൈലാഷം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ പിന്നെ വേറെ ഏതോ സിനിമയുടെ ഭാഗമായിട്ട് ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അഭിലാഷിനെയും ഈ കോലവും തമ്മിൽ നിങ്ങൾ താരതമ്യപ്പെടുത്തണ്ട.
വളരെ മനോഹരമായി കൈലാഷവും ഈ സിനിമ ചെയ്തു. എൻ്റെ അടുത്ത സിനിമകളിലും ഇവർ രണ്ടുപേരും നല്ല വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സുധീർ സംസാരിക്കാം. നമ്മൾ പലപ്പോഴും ഓരോ വർഷം അവസാനമാകുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഏതാണ്ട് 200-ലേറെ സിനിമകളും ഒക്കെ വന്നു. വളരെ ചുരുക്കം സിനിമകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾക്ക് മാത്രമേ സാമ്പത്തിക നേട്ടമുണ്ടായുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഈ വർഷം 2024 തുടക്കത്തിലാണ് നമ്മളുടെ അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്ന സാമൂഹിക പ്രസക്തമായ ഒരു സിനിമ വന്നിരിക്കുന്നത്. സെറ്റയറാണ്. അതിനെ നർമ്മരസത്തോടെ സംവിധായകൻ സ്ക്രിപ്റ്റ് ചെയ്യുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രമേയമാണ് ഈ പറയുന്ന അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയിൽ. ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും വളരെ തമാശ രൂപേണ അവതരിപ്പിക്കുന്നതാണ്. അതിന് വേറെ ആർക്കും വിഷമം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ മാത്രം ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സിനിമയല്ല. സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. പലവരെയും പല രീതിയിലൂടെയും ഒരു സെറ്ററായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. നമ്മൾ ഈ സിനിമ ഇനിയിപ്പോൾ ചാനലിൽ വരികയും OTTയിൽ വരികയും ചെയ്യുമ്പോൾ പ്രേക്ഷകർ കണ്ടില്ല, അന്ന് തിയേറ്ററിൽ കാണാമായിരുന്നു എന്ന് പലപ്പോഴും പല സിനിമകളെ കുറിച്ചും പറയാറുണ്ട്. അത്തരത്തിലേക്ക് ഒരിക്കലും ആകാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയും. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ സംവിധായകൻ പറയുന്ന കാരിക്കേച്ചേഴ്സ് ചെയ്യാൻ നിർബന്ധിതനാണ്. കാരിക്കേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തികളെ അല്ല, ഒരു പ്രത്യേക രീതിയിലൂടെയുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. അത് തീർച്ചയായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യവുമാണ്. അത് ഒബ്സർവേഷനിലൂടെ പലതും ചിലപ്പോൾ ആരെങ്കിലും കണ്ടത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് ഭാവത്തിൽ വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഐ നെവർ മിമിക് എനി ക്യാരക്ടർ. ഇറ്റ് ജസ്റ്റ് കംസ് ടു മീ ആൻഡ് ഐ ഡു ഇറ്റ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു മിമിക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ, കണ്ടവർക്കും എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ആദ്യ പകുതി ഇന്ത്യയിലും മറ്റു പകുതി ഇന്ത്യക്ക് പുറത്തുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ തന്നെ കാണിക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തിലും മറ്റു രാജ്യങ്ങളിലും വെളിയിലുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് അറേബ്യൻ കൺട്രീസിനെ ബേസ് ചെയ്താണ്. അവിടെ ഉണ്ടായിരിക്കുന്ന നിയമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസവും എല്ലാം വളരെ നർമ്മരസത്തോടെയാണ് സംവിധായകൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് കണ്ടവരെല്ലാവരും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെല്ലാം അതിനെ തമാശയായി തന്നെ കണ്ടുകൊണ്ട്, തമാശയായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടതും. സിനിമ എന്ന് പറയുന്ന കല നമുക്കെല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെയും വരും നൂറ്റാണ്ടിലെയും മാസ് മീഡിയ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. അത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ എല്ലാവരുടെയിലേക്കും എത്തുള്ളൂ. അയ്യർ ഇൻ അറേബ്യ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ. താങ്ക് യു. ുള്ള ഓഡിയൻസിനും ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ കാണാൻ പറ്റുന്ന, അങ്ങനെ ഏത് തരത്തിലുള്ള മാനസികാവസ്ഥകളിലും ചൂസ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ അയ്യർ ഇൻ അറേബ്യയെ പേഴ്സണലി കാണുന്നത്. നിഷാദിക്കൊപ്പം വീണ്ടും സിനിമകളുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ വീണ്ടും സന്തോഷമുണ്ട്. നമുക്ക് എന്നും സന്തോഷകരമായ ഓർമ്മകളാണ് നിഷാദിക്കോടൊപ്പം സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും സിനിമകൾ ആലോചിക്കുമ്പോൾ ഞാനിപ്പോഴും എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ചോദിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് പേരിലൊരാളാണ്, എന്താ ഞാനില്ല ഈ സിനിമയിൽ, ഞാനില്ലെങ്കിൽ കാണിച്ചു തരും കേട്ടോ എന്നൊക്കെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിഷാദ് ഒരു സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, ഒരു പക്ഷേ ലോകം മുഴുവൻ സൗഹൃദങ്ങളുള്ള ഒരു ആളാണ് അദ്ദേഹം. രണ്ട് കൾച്ചറിൽ സുധീരേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ മണ്ണിൽ നിന്ന് മറ്റൊന്ന് ഒരു അറേബ്യൻ മണ്ണിൻ്റെയും രണ്ട് കൾച്ചറിൽ നിന്ന് കാര്യങ്ങളെ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമയ്ക്ക്. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട്. ഇനിയും ബാക്കി സപ്പോർട്ടുകൾ, മാധ്യമരംഗത്തുള്ള നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് നല്ല സിനിമകൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യാത്രകൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയെ തന്നെ കൃത്യമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നത് ഏറെ അഭിമാനത്തോടെയും നന്ദിയോടും കൂടിയാണ് ഞാൻ പേഴ്സണലി ഓർക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഈ ഇൻഡസ്ട്രിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കൃത്യമായി കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് മുമ്പോട്ടേക്കുള്ള സമയങ്ങൾ പോട്ടെ. താങ്ക് യു. ശ്രീ എം എ നിഷാദിൻ്റെ ആയുധം എന്ന സിനിമയായിരുന്നു.
അതിനുശേഷം എനിക്ക് തോന്നുന്നു എടുത്ത എല്ലാ സിനിമകളിലും ഞാൻ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. പറഞ്ഞതുപോലെ സൗഹൃദം അങ്ങേറ്റം സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാപ്പയും എൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു പണ്ട്. അതേ സൗഹൃദം ഇന്നും നമ്മൾ തമ്മിൽ സൂക്ഷിക്കുന്നുമുണ്ട്. ഇനി വരുന്ന അടുത്ത സിനിമയിലും വേറിട്ടൊരു കഥാപാത്രമാണ് എൻ്റെ അടുത്ത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഈ സൗഹൃദം ഒരിക്കലും ക്യാമറയുടെ പുറകിൽ കാണാറില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യവും. ഇവിടെ ഈ സൗഹൃദമൊക്കെ കാണിക്കുന്ന ക്യാമറയുടെ പുറകിൽ നിന്ന് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ആ സൗഹൃദം പലപ്പോഴും കാണാറില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മളത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഗുണം എപ്പോഴും സ്ക്രീനിൽ വരുമ്പോൾ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പ്രതിഫലിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാനും കഴിയുന്നതിലും എൻ്റെ സന്തോഷം ഈ സമയത്ത്. അഭിനയിച്ചില്ലേ? 2 സിനിമയിൽ ഒരുമിച്ച് അതെ 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 അതെ. ട്യൂമന്റെ ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. 2 സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അത് ഒന്ന് ട്യൂമനും ഒന്ന് ഭാരത സർക്കസും. അപ്പം അടുത്ത സിനിമകളിലും നമ്മൾ അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. മറ്റൊന്നുകൂടെ അഭിനയിച്ചു. വാക്ക്. പടം ഇറങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് അപ്രൂവലിന് കൊടുത്തപ്പോൾ 2 തവണ ദുബായിൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിനെ മാത്രം അങ്ങനെ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ചിലരുടെ മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ശ്രീനിവാസ് അയ്യർ അങ്ങനെയാണ്. ശ്രീനിവാസ് അയ്യരുടെ അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത്. അയാളുടെ വിചാര ചിന്തകളിലൂടെ ഞാൻ ആ ക്യാമറ കൊണ്ടുപോയി. അപ്പോൾ അങ്ങേര് കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അത് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു രീതികളാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അത് ഒരു വിഭാഗത്തിലെയല്ല, മറ്റു വിഭാഗത്തിലെ, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമുദായത്തിലെ വിഭാഗത്തിലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് സ്ക്രിപ്റ്റിനൊക്കെ ഒരു റിജക്ഷനൊക്കെ ഉണ്ടാവുകയും രണ്ടാമത് ഞാൻ ഫൈറ്റ് ചെയ്തത് റെഡിയാക്കിയതാണ്. അതാണ് ആദ്യത്തെ വൈതരണി ഉണ്ടായത്. പിന്നെ പേരിൻ്റെ കാര്യത്തിലൊരു വിഷയം ഉണ്ടായി. അയ്യര് കണ്ട ദുബായിൽ നിന്നായിരുന്നു ആദ്യത്തെ പേര്. അപ്പോൾ അത് ഇതേപോലെ ഒരു ഏകദേശം 6 മാസം എടുത്തു ഈ അയ്യരിന് അറേബ്യ എന്ന് പറഞ്ഞ പേരിന്. ആ വൈതരണികളൊക്കെ കഴിഞ്ഞ് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നിഴൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഈ നിഴൽ യുദ്ധം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ ഒരു രസമുണ്ട്. ഈ നിഴൽ യുദ്ധം അങ്ങനെയല്ലല്ലോ. അപ്പോൾ നിഴൽ യുദ്ധത്തിൽ പല രീതിയിലുള്ള അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരിക, അതിന് സ്പെഷ്യലായിട്ട് ചിലരെ ഏർപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ശരിയല്ലല്ലോ, അതല്ലല്ലോ എൻ്റെ രീതി. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ പറയുന്ന ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ അറേബ്യൻ നാടുകൾ, ദുബായിയുമായിട്ട് എനിക്കൊരു അഭേദ്യമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ആളുകൾ തീവ്രമായി പറയുന്നത് ഏത് വിഭാഗമാണെങ്കിലും, ഇന്ന വിഭാഗമൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ മര്യാദരാമന്മാരാണ്. അത് നിങ്ങൾക്ക് തന്നെ കാണാം. ഒരിക്കൽ ദുബായി പോയി കഴിഞ്ഞാൽ ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സമൂഹമില്ല നമ്മളെപ്പോലെ. അവിടെ ജാതി മത വർഗീയ വിദ്വേഷങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല. 1, 2. അപ്പം അവിടുത്തെ നിയമത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അവിടെ അങ്ങനെയാണ്. അങ്ങനെ ഒരു മറുനാട്ടിൽ ചെല്ലുമ്പോൾ മലയാളി ഒന്നാണെന്ന് എപ്പോഴും പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടും നേരെ പ്ലേറ്റ് മറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഒരു സർക്കാസ്റ്റിക് മൂവി ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കാണിക്കണ്ടേ, ജനം മനസ്സിലാക്കട്ടെ, ഒരു ഇൻഫോർമേറ്റീവ് കൂടി ആയിരിക്കണ്ടേ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവരാണ് തിരുത്തപ്പെടേണ്ടത്. അങ്ങനെ ഒരു വ്യക്തമായ ഒരു ഭാഷ്യം ഈ സിനിമയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വ്യൂ ബോംബിങ്ങിനെ പറ്റിയാണ് താങ്കൾ സൂചിപ്പിച്ചതെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഐ എം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെ ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം ഒരാൾക്കൊരു സിനിമ കണ്ടിട്ട് അതിനെതിരായിട്ടോ അതിനെ അനുകൂലിച്ചോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്. അതുകൊണ്ട് എൻ്റെ സിനിമ മഹത്തരമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും ശ്രീ മുകേഷുമായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാധാരണ മൂവിയാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്, ഒരു ഫീൽ ഗുഡ് മൂവി ആക്കാൻ ശ്രമിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സിനിമയെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ചിലർ പലതും പറയുന്നുണ്ട്. അതിന് കൂടെ ഇറങ്ങിയ സിനിമകളെ പറ്റി ചർച്ച ചെയ്യുന്നവരുമില്ല. അപ്പോൾ ഈ മാവുള്ള മാവേലല്ലേ കല്ലെറിയത്തുള്ളൂ, എറിയട്ടെ, അത് നല്ലതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തി. നെഗറ്റീവ് ആണെങ്കിൽ പോലും ആളുകളിലെത്തി, പ്രേക്ഷകർ കണ്ടു തുടങ്ങി.
അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. റിവ്യൂസിൻ്റെ പുറകിലല്ല, ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ. ഇപ്പോൾ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ കാഴ്ചയായിരിക്കില്ല താങ്കളുടെ, അല്ലെങ്കിൽ ഈ സഹോദരിയുടെ. അവർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ട് ഒരു സിനിമയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏത് സിനിമയ്ക്കും എതിരഭിപ്രായം ഉണ്ടാവും. ആ എതിരഭിപ്രായങ്ങളെ, നെഗറ്റീവ് കമൻസിനെയും അതുപോലുള്ള റിവ്യൂസിനെയൊക്കെ ഞാൻ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തു. ഇതിനൊന്നും ഞാൻ എതിരല്ല. എന്ന കാലത്ത് നമുക്ക് ഏത് തരത്തിൽ ആണ് സിനിമ എടുക്കാൻ പറ്റുമെന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരന് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണം. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരൊന്നും ഈ ലോകത്ത് ജീവിക്കാത്തതെന്നാണ് ഈ കാലഘട്ടത്തിൽ. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞൊരു സിനിമ വന്നു അല്ലേ? ആ ആർട്ടിക്കിൾ 15 എത്ര ശക്തമായിട്ടാണ് ചില കാര്യങ്ങൾ ജാതീയ വ്യവസ്ഥയ്ക്കെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നത്. നമ്മളിതിനകത്ത് ജാതീയ വ്യവസ്ഥകളെ പറ്റി ഒന്നും സംസാരിച്ചിട്ടുണ്ടല്ലോ. ശ്രീനിവാസ അയ്യർ, രാജ കേൾക്കുന്നുണ്ടല്ലോ, ശ്രീനിവാസ അയ്യർ എന്നുള്ള കഥാപാത്രത്തെ, ശ്രീനിവാസ അയ്യർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്യാമറ വെച്ചിരിക്കുന്നതുള്ളൂ. അത്തരം ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. കാര്യം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട്, സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ അവതരിപ്പിച്ചു എന്നല്ലാതെ ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് വായിക്കാം ഞാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഏത് വിഭാഗത്തെയാണ്. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിഭാഗം ബുദ്ധിപൂർവ്വം മിണ്ടാതിരിക്കുകയും ഈ വിഭാഗം കടന്ന് വേളം വെക്കുകയും ചെയ്യുമ്പോൾ ആരാണ് വീണ്ടും മണ്ടത്തരം കാണിക്കുന്നത് എന്നുള്ള കാര്യം പാഴൂർ പടിപ്പുരയിൽ പോയിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇതിനെ ഒരു സർക്കാസ്റ്റിക് മൂവിയാണ്. ആ സർക്കാസ്റ്റിക് മൂവിനെ അങ്ങനെ തന്നെ കാണണം. ഒരു സറ്റയറായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, വേദനിപ്പിക്കത്തുമില്ല. നാളിതുവരെ ഒരു തമിഴ് ഉൾപ്പെടെ 10 സിനിമ ചെയ്തു. 10ാമത്തെ സിനിമയാണ് ഐരിൻ അറേബ്യ. ഒരു വിഭാഗത്തെ പോലും ഞാൻ ഇന്ന് വരെ ഹേർട്ട് ചെയ്തിട്ടില്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ പടം പകലാണെങ്കിൽ കർഷക ആത്മഹത്യയെ പറ്റിയുള്ളത്, 2 നഗരം മാലിന്യങ്ങളെ പറ്റിയാണ്, ആയുധം ഉൾപ്പെടെ എല്ലാ ബെസ്റ്റ് ഓഫ് ലക്ക്. അതിന് സുധീറില്ല, ഭാഗ്യം സുധീറില്ലാത്തതായി. ബെസ്റ്റ് ഓഫ് ലക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അയ്യറിൻ ഇറങ്ങിയ പുതിയ ഓണറിലേക്ക് ഞാൻ മാറി. അത് പൂർണ്ണമായും കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എൻ്റർടൈനറായിട്ട് ഒരുക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അതിൽ ഒരാളെയും ഹേർട്ട് ചെയ്തിട്ടില്ല. അരുൺ മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളൂ. KG ജോർജ് ചെയ്ത പടമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ ഇന്ന് ഒരു സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പഞ്ചോടിപ്പാലത്തിൻ്റെ കാലഘട്ടമല്ല ഇന്ന്, ദുശാസനക്കുറിപ്പിൻ്റെയും ആ കാലഘട്ടമല്ല. ഇന്ന് വന്നിരിക്കുന്ന കാലഘട്ടം എന്താണെന്നുള്ള താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി വേണം നമ്മളിപ്പോൾ സിനിമ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുകൾ പോലെ, അപ്പം ഞാനിപ്പോൾ പറയാം, എനിക്കത് കോട്ട് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഈശ്വർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എക്സലൻറ്റ് മൂവി എന്ന് പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ക്രിട്ടിക്കൽ തെളിവ് രാഹുൽ ഈശ്വറിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അദ്ദേഹം റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ മനോഹരം, മാതൃഭൂമിയും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മനോരമയും ഇട്ട റിവ്യൂസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു സറ്റയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാരിക്കേച്ചേഴ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ചില ആളുകളുമായിട്ടൊക്കെ ചിലപ്പോൾ സാദൃശ്യമുണ്ടാവാം, അത് മനഃപൂർവ്വമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരു സറ്റയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ, ഞാൻ മേക്കിങ്ങിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്നെ 2-3 നിരൂപകരെ വിളിച്ചിട്ട്, നമുക്കിപ്പോൾ നമ്മുടെ സിനിമയെ പറ്റി തന്നെ പറയുന്നത് ഭയങ്കര ബോർ പരിപാടി ആയതുകൊണ്ടാണ് ഇത് ചോദിച്ചതിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ മേക്കിങ്ങിൽ 2 ടെറൈനാണ്. ഒന്ന് തിരുവനന്തപുരത്ത് ശ്രീനിവാസ അയ്യർ ഒരു ഫ്ലാറ്റിൻ്റെ അകത്താണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകം പരിമിതമാണ്. അദ്ദേഹം കാണുന്ന ചാനലുകളും അദ്ദേഹം കാണുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്ന വാട്സപ്പ് സന്ദേശങ്ങളും അദ്ദേഹത്തിന് സുധീർ കരവനയുടെ ജഗൻരാജ് ഉൾപ്പെടെയുള്ളവർ കൊണ്ടു നടക്കുന്നതും ആ ഒരു ഇടുങ്ങിയ രീതിയിൽ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. അദ്ദേഹം കൂപമണ്ഡൂകമാണെന്ന് ഞാൻ പറയുന്നില്ല, AG's ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹം പുറം ലോകവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മേക്കിംഗ് തന്നെ ഡിഫറെൻ്റ് ആക്കിയത് വേറൊരു വലിയ ലോകത്തിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ദുബായിയെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ, മാൻകൈൻഡ്, ടോളറൻസ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു എന്ന് മാത്രം. ഈ സിനിമയ്ക്ക് തിരിച്ചടി വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സംഘസുഹൃത്തുക്കൾ അതിനെതിരായിട്ടുള്ള കമൻസുകൾ ഇടുന്നതിൽ മാത്രമേ ഉള്ളൂ. അതാണ് നിഴൽ യുദ്ധം. താങ്കൾ വരാനത്തിന് ലേറ്റായി. നിഴൽ യുദ്ധത്തിൻ്റെ ഇതിലാണ് ഇപ്പം നടക്കുന്നത്. അതൊരു സാഹസമൊന്നുമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കളിയാക്കിയിരിക്കുന്നത്? നിങ്ങൾ ഈ സിനിമ കണ്ടോ? സിനിമയിൽ ഒരിടത്ത് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ ഞാൻ തേജോവധം ചെയ്തിട്ടില്ല. മതപരമായിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല.
ഇവിടെ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2000 കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന ശ്രീനിവാസ് അയ്യർക്ക് പ്രത്യേകിച്ച് സംഭവിച്ച മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചിട്ടുള്ളൂ. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ, അതായത് ഇതല്ല, ഇങ്ങനെയല്ല, നമ്മളിങ്ങനെയല്ല വേണ്ടത്, നമുക്ക് എല്ലാവരും വേണം, നമുക്ക് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു സന്ദേശം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ.